നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആടിനെ വളർത്തിയ ക്ഷമ കിട്ടുന്ന എല്ലാ പ്രവാചകന്മാരും ആടിനെ മെച്ചവരാണ്. എല്ലാ പ്രവാചകന്മാരും ആടിനെ മെച്ചവർ. ആട് മെക്കാത്ത ഒരു പ്രവാചകനില്ല. ക്ഷമ. അതുകൊണ്ട് കാട്ടറബിയുടെ ആടിനെ മെക്കാൻ പോയിട്ട് വരുന്നവർ കിട്ടും. നല്ല ക്ഷമയാ. ഒരെണ്ണത്തിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവിടും, അടുത്ത് അങ്ങോട്ട് പോകും, അതിനെ പിടിച്ചിങ്ങോട്ട് അങ്ങോട്ട് പോകും. പടച്ചൻ എന്ത് ചെയ്യാൻ? അതെല്ലാം പറ്റുമോ? കൊല്ലാൻ പറ്റുമൊന്നുമില്ല. ആട് വളർത്ത്. ആടിനെ വീട്ടിൽ വളർത്തത് ബർക്കത്താണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് നിന്റെ വീട്ടിൽ കോഴിയെ വളർത്ത്, ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനെ വളർത്തിയ കോഴി ലക്ഷങ്ങൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കണത് കോഴി കാഷ്ടിക്കാനല്ല, വേറെ ഇങ്ങടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്ന വെണ്ണുപിള്ള പറയും. വീട്ടിൽ കോഴിയെ വളർത്തണം. അതെങ്ങനെ തിന്നാൻ മാത്രമല്ലേ അറിയൂ. ഇപ്പൊ പിന്നെ ടാക്സ് ഒന്നും ഇല്ലല്ലോ കോഴിക്കില്ലേ, അങ്ങനത്തെ കാലല്ലേ. കോഴിയെ വളർത്തണം വീട്ടിൽ. കോഴി ഒരു ബർക്കത്തുള്ള ജീവിയാ. അതുകൊണ്ടാണ് കോഴിയെ കൊണ്ടുള്ള ഒരു ഉപയോഗം ഞാൻ പറയാം. ഒരേ ഒരു ഉപയോഗം ഞാൻ പറയാം ഇല്ലേ. ചില ആൾക്കാര് കണ്ണേറെന്ന് പറയുന്നത് സത്യവാ. ചില ആൾക്കാര് പറഞ്ഞ അറം പറ്റിക്കളയും. അറം വീടിന്റെ മുന്നിൽ നല്ല ഒരു വാഴ കൊലച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ പോണത്. എന്നാ കൊലയാ അല്ലാ ഇത്. ഒരൊറ്റ പറച്ചില. വൈകുന്നേരം നോക്കുമ്പോ അതാ കിടക്കണത് ആടെ. സുബ്ഹാനല്ലാഹ്. പിന്നെ വാഴ നിന്നതിന്റെ അസറ് പോലും കാണൂല. കരിഞ്ഞു പൊക്കളയും ചില ആൾക്കാർ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരുടെ നാവിന്റെ കാര്യമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണേറ് വലിക്കൂല. അയൽവാസിയുടെ ഒക്കെ ശാപവും കണ്ണേറൊക്കെ. വീട്ടിൽ കോഴിയെ വളർത്തും. അപ്പൊ അതൊക്കെ ഉണ്ടോ? ഇല്ലേ? അതല്ല. വീട്ടിൽ കോഴിയെ വളർത്ത് ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ വയലേക്കാൻ. 3 ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആട്ടുകല്ല് അറിയില്ലേ? ഈ മിക്സിയുടെ ജോലി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെന്താ ഇവിടെ പറയാ? ഒരാള് അമ്മി. അപ്പൊ ഇങ്ങനെ ആക്കുന്നതിന് എന്താ പറയാ? എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, വേറൊന്നും പറയണ്ട. നമ്മൾ ഇങ്ങനെ ആട്ടും. പണ്ട് അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉമ്മമാര് കൈകണ്ട് ആട്ടുന്നൊരു സാധനം, മനസ്സിലായല്ലോ. അതേത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? പെണ്ണുങ്ങൾ അവിടെ നിന്ന് പറയാം, അങ്ങാർക്കത് പറഞ്ഞിട്ടങ്ങ് പോകാം, പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. അല്ലെങ്കിലും തിന്നുന്നത് അതും പാടാ. പെണ്ണുങ്ങൾക്ക് എല്ലാം പാടാ. എന്റെ പ്രിയമുള്ളവർ, ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കരുത്. അതാ കൊട്ടാരം പോലെയുള്ള വീട് വെക്കുമ്പോ അടുക്കളയിൽ ഒരു അമ്മി വെക്കാന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ. വന്ന വഴി മറക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി നമ്മുടെ ഭവനത്തിൽ വേണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാണൂല, കാരണം ചോറ് വെക്കുന്നത് ഇപ്പൊ പെണ്ണുങ്ങൾ കരണ്ടില്ല. അവിടെ ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യം. ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരാ, ചോറ് വെക്കുന്നത് തന്നെ ഇന്ന് കരണ്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ 4 കാര്യം. അപ്പൊ 1, ഈ 4 കാര്യം വീട്ടിൽ വാങ്ങി വെക്കുക. സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാപ്പയ്ക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയും. ഏത് വാപ്പയെന്നറിയോ? അങ്ങോട്ട് നോക്ക്. ഏത് വാപ്പയെന്നറിയോ? തന്റെ മക്കളെ തല്ലാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെക്കണോന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ലെങ്കിൽ പോകുമ്പോ ഒരു പേരയ്ക്ക കമ്പെങ്കിലും വെട്ടിക്ക്, ഒരു കാപ്പി കമ്പലും കെട്ടി വീട്ടിൽ വെട്ടിവെക്കണം. മക്കളെ നന്നാക്കാൻ വെട്ടിവെക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തുറപ്പിയാ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു റബിയ, ഉസ്താദിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, റബിയ ആരെയും ചതിക്കല്ലേ റബിയ, വഞ്ചന കാണിക്കല്ലേ റബിയ, വിശ്വാസ വഞ്ചന കാണിക്കല്ലേ, കൂടെ നിന്നിട്ട് ചതിക്കല്ലേ റബിയ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ചതിയും വഞ്ചനയുമായി കഴിയുന്നവരുണ്ടല്ലോ, കൂടെ നിന്ന് കൂടപ്പിറപ്പിനെ പോലെ, ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് പറയുന്ന സഹാബ, നാളെ പടച്ചവന്റെ പരലോകത്ത് എല്ലാവരും നിൽക്കുമ്പോ ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ.